ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC ഈസി കോഡ്സ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഡെയിലി മോട്ടിവേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനലിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓണാക്കി വെച്ചേക്കും. അപ്പോൾ എപ്പോഴും അപ്പോൾ തന്നെ ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് അന്നേരം തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഒന്ന് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞ് ഡെസ്പായി ഇരിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഒരു ചാൻസാണ് നമ്മുടെ മുന്നിലോട്ടുള്ളത്. അതിന് നമ്മൾ ഈ ചാൻസിൽ നമ്മൾ അതായത് ഒരു നന്നായിട്ടൊരു നമ്മളെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഒരു എഫോർട്ട് ഇടുക. ഓക്കെ, അപ്പം ലാസ്റ്റ് ഒരു എന്താണ് ലാസ്റ്റ് ഒരു കച്ചിത്തുരുമ്പ് എന്നുള്ള രീതിയിൽ നമ്മളിതിനെ കാണുക. കാരണം ഇതിലെനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ, എനിക്ക് എങ്ങനെയാണെങ്കിലും ഞാനിത് നേടിയേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചിറങ്ങുക. ഓക്കെ, അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, പക്ഷേ അങ്ങനെ നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിലൊന്ന് ചോദിച്ച് നോക്കണം. അങ്ങനെ നമ്മൾ എല്ലാം കളഞ്ഞ് അതായത് ഇതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അത്രത്തോളം എഫോർട്ട് ഇടണം, എങ്കിൽ മാത്രമേ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഒരുപാട് പേര് ഒത്തിരി ചിലപ്പം ചില എക്സാമിനൊക്കെ നിങ്ങൾ ഫുൾ എഫോർട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അവരൊന്നും ഇങ്ങനെ വിഷമിച്ചിരിക്കണ്ട. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ എഫോർട്ട് അതിന് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമിൽ നിങ്ങൾ ഒന്നും കൂടി നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എക്സാം കൊണ്ട് നിങ്ങൾ തളർന്നു പോകരുത്. പിന്നെയും ഇങ്ങനെ തളർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നെക്സ്റ്റ് അവസരം നമുക്ക് ഇല്ലാതാവും. അങ്ങനെ ഒരുപാട് പരീക്ഷകൾ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. നമ്മൾ എഫോർട്ട് ഇട്ട് നല്ല ഒരു ആത്മവിശ്വാസത്തിൽ അല്ലെങ്കിൽ ഒരു നന്നായിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സാമിന് പോകുമ്പോഴത്തേക്ക് നമുക്കതൊരു നെഗറ്റീവായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സ് മടിച്ച് പിന്നെ നമ്മൾ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷേ അപ്പോഴത്തേക്കും വീണ്ടും അടുത്ത എക്സാമുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മളുടെ കൂടെ തന്നെ പഠിച്ച് വന്നിട്ട് വീണ്ടും അടുത്ത എക്സാമിന് ട്രൈ ചെയ്തവർ അതിന് കയറിപ്പോവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ ഹാങ് ഓവറിൽ ഇങ്ങനെ അങ്ങ് സമയം കളയും. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നവർ ഇപ്പോഴും നിങ്ങൾക്ക് വൈകിട്ടില്ല, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ദൈവമായിട്ട് കൊണ്ട് കാണിച്ചു തന്ന് വിചാരിക്കുക. അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ അടുത്തതിന് നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക. വെറുതെ നിങ്ങളുടെ സമയം നിങ്ങൾ കൊണ്ട് കളയരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. സമയം നമ്മൾ ഏറ്റവും വാല്യൂ ഉള്ളത്, ഈ ലോകത്തിലെ ഏറ്റവും വാല്യൂ ഉള്ളൊരു കാര്യം നമ്മുടെ ടൈമാണ്. ആ ടൈം നമുക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് തിരിച്ച് കിട്ടത്തില്ല. ഈ സമയം അതായത് നിങ്ങൾ എപ്പോഴും വിചാരിക്കുക, വിഷമവും സന്തോഷവും ഒക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഈ സമയവും കടന്നു പോകും എന്ന് ചിന്തിക്കുക. ഓക്കെ, നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക ഈ സമയം നമുക്ക് കടന്നു പോകും, ഒരു വിഷമമുള്ളൊരു സമയം നമുക്ക് വരും, അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ വിഷമമായിട്ടിരിക്കുമ്പോൾ ഓർക്കുക ഈ സമയവും നിങ്ങൾക്ക് കടന്നു പോകും, അപ്പം നമുക്ക് എന്ത് ചെയ്യാമോ ഈ സന്തോഷമുള്ളൊരു ദിവസം വരും എന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പം നന്നായിട്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു വരിക. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ ഒന്ന് പുറകോട്ട് പോയി, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം പഠിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒന്ന് ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല, നമുക്ക് അത്ര നേരം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് കുട്ടികളാണ് മുന്നോട്ട് വരുന്നത്. 1000 കണക്കിന് കുട്ടികളാണ് നമ്മളെക്കായാലും മുന്നോട്ട് 10 സ്റ്റെപ്പ് അല്ലെങ്കിൽ 100 സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. അതുകൊണ്ട് നമ്മൾ ഒരു അശ്രദ്ധയും അതിനകത്ത് വരുത്താൻ പാടില്ല. ഓക്കെ, അപ്പം എല്ലാവരും ഇന്ന് റിവിഷനായിരുന്നു ഞാൻ തന്നിരുന്നത്. നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് ഫോളോ ചെയ്തല്ലേ പോകുന്നത്. അപ്പം ടൈം ടേബിളിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഇടുന്ന ടൈം ടേബിളിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ അത് ഉറപ്പുണ്ട്. കാരണം ഞാൻ ഒരുപാട് എക്സാമുകളും എല്ലാം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് വരുമോ, പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ഉഴപ്പ് കാണിക്കരുത്, നിങ്ങൾ വഞ്ചിക്കരുത്. പിന്നെ നിങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് യൂട്യൂബ് ചാനലുകൾ, അല്ലെങ്കിൽ ഒരുപാട് ആപ്പുകൾ എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ചൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ്. അതിൽ നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രാധാന്യം. അപ്പം നിങ്ങൾ അത് കൊണ്ടുപോകുക. അല്ലാതെ
എല്ലാം കൂടെ നിങ്ങൾ ഈ എല്ലാം കൂടെ കണ്ടിട്ട് പലതും പിടിക്കാൻ ചെന്നിട്ട് ഒന്നും എത്താത്തൊരു അവസ്ഥയിലേക്ക് മാറരുത് ദയവ് ചെയ്ത് വരുന്നവർ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഞാനിങ്ങനൊരു ചാനൽ കണ്ടിട്ടില്ല. ശരിക്കും എൻ്റെ ഒരു PSC ഫീൽഡിൽ ഞാനിങ്ങനൊരു ചാനൽ, ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒരു ചാനൽ ഞാൻ കണ്ടിട്ടില്ല. അത് കാണാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനൊരു കാര്യം ചെയ്യണം എന്ന് എനിക്ക് തോന്നിയതും എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഡെയിലി മോട്ടിവേറ്റ് ചെയ്ത് തരാൻ എനിക്ക് അങ്ങനെ ഒരു ചാനൽ, പിന്നെ ഒരു ചാനൽ ഡെയിലി മോട്ടിവേഷനൊന്നും ആരും എനിക്ക് തന്നിട്ടില്ല. ഡെയിലി മോട്ടിവേഷൻ ക്ലാസ്സസ് ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ചാനൽസിൽ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ മുടങ്ങാതെ ഞാനിങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ദൈവം തന്നൊരു ചാൻസ് ആയിട്ട് കരുതുക, എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക കേട്ടോ. അപ്പം എനിക്ക് അത്രത്തോളം ക്ലാസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല എങ്കിലും എൻ്റെ എനിക്ക് ഒരാൾക്കെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ്, കാരണം ഒരുപാട് എൻ്റെ തന്നെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് വിഷമം ഉണ്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ മോട്ടിവേഷൻ ക്ലാസ്സിൽ, പിന്നെ നിങ്ങളുടെ കമൻസുകൾ, നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ കാണുമ്പോൾ, നിങ്ങളുടെ ഡിസ്കഷനും ഒക്കെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഡിസ്കഷനൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമാണ് തോന്നുന്നത്. അപ്പം നമ്മളെക്കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഉപകാരം മറ്റുള്ളവർക്കാവുകയെന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ എന്ന്. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇടണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇതെല്ലാം കൂടെ പഠിച്ച് പിന്നെ ശരിക്കും തലവേദന എടുക്കും. അപ്പം ക്ലാസ് ചിലതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കൂടി ചെയ്തു തരാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം തരണമെന്ന് ആഗ്രഹമുണ്ട്, പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ എന്താണെങ്കിലും എൻ്റെ ക്ലാസ്സിനെ മാത്രം ആശ്രയിച്ചിരിക്കേണ്ട. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇടാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ യൂട്യൂബ് ചാനലിലോ ഏതാണെങ്കിലും ഒന്നിനും പരാതിയില്ല. കാരണം നിങ്ങൾക്ക് ഏതാണോ നല്ലത്, എന്താണോ നല്ലത്, നിങ്ങൾക്ക് ചുറ്റും സോഴ്സുകളാണ്, നിങ്ങൾ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ ഇതിനകത്തൊന്നും നമുക്ക് വേണ്ടാത്തതുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളിപ്പോൾ ഒരു ചാനലിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ചോയ്സാണ് അത് നമുക്ക് ഉപകാരപ്രദമാണോ, ഇത് ഞാൻ കേട്ട് കഴിഞ്ഞാൽ എനിക്കിത് നല്ലതാണോ എന്ന് ചിന്തിക്കാനുള്ള നിങ്ങളുടെ ഓപ്ഷനാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് ഒരുപാട് വരും. നമ്മൾ യൂട്യൂബിനകത്ത് എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പം നിങ്ങൾ അത് നല്ലതെന്ന് തോന്നുന്നത് നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പം ആ രീതിയിൽ പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ എൻ്റർടൈൻമെൻറ്റിലോട്ടും മറ്റുള്ള വീഡിയോസിലോട്ടും ഒന്നും പോകാതെ നിങ്ങൾ മാക്സിമം എഫോർട്ട് എടുത്ത് പഠിക്കുക. വിജയം നിങ്ങളുടെ ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പം എന്തായാലും ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെന്നുള്ളവർക്ക് ഇതൊരു നിമിത്തം എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾ തുടങ്ങുക, ദയവ് ചെയ്ത് തുടങ്ങുക. കാരണം ഒരു ജോലി എന്നൊക്കെ പറഞ്ഞാൽ സ്വന്തം കാലിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ, നമുക്ക് നമ്മുടേതായിട്ട്, അതായത് നമുക്ക് ഈ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി എന്തിനാണ് ഇത്രയും ട്രൈ ചെയ്യുന്നത്? നമ്മളെ അവിടെ നിന്ന് പിരിച്ചുവിടാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു പ്രൈവറ്റ് ഫേമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാളെ വരണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ജോലി പോയി, അവരോട് ആരും ചോദിക്കാനില്ല. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു അടുത്തുനിന്ന് ഇങ്ങനെ നമ്മളെ പറഞ്ഞു വിടുന്നൊരു ജോലിയല്ല നമ്മൾ ഇപ്പം, അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമ്മൾ തരണം ചെയ്യാൻ ബാധ്യസ്ഥയാണ്. അപ്പം അത് തരണം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വിജയത്തിലോട്ട് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഉള്ളൊരു ജോലി, പിന്നെന്താണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ജോലി കിട്ടിയാലുള്ള പ്രിവിലേജസിനെ കുറിച്ച് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയും എഫോർട്ടുള്ളൊരു അത്രയും നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടാതെ കിട്ടുമോ? നമുക്ക് കഷ്ടപ്പെടാതെ എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഏൺ ചെയ്താലും അതിനൊരു സുഖമില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, ആ ഒരു സന്തോഷം, ആ ഒരു മനസ്സിൻ്റെ ഒരു സംതൃപ്തിയൊക്കെ വേറെ തന്നെയാണ്. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും പഠിക്കാൻ തുടങ്ങുക കേട്ടോ. പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കീപ് ഗോയിങ്, നന്നായിട്ട് പഠിക്കുക കേട്ടോ.
നമുക്ക് റിവിഷൻ ക്ലാസ് ആയിരുന്നല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? റിവിഷൻ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത്. റിവിഷനാണ് നമുക്ക് മസ്റ്റ്. റിവിഷൻ ചെയ്താൽ മാത്രമേ നമ്മൾ പാസ്സാവത്തുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് റിവിഷൻ ചെയ്യുക. എല്ലാവരും റിവിഷൻ ചെയ്യണം കേട്ടോ. കാരണം ഈ പറയുന്നത് നിങ്ങളെക്കൊണ്ട് എടുക്കാൻ പറ്റാത്തത് ഞാൻ തരുന്നില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ നിങ്ങളത് ഇത്രയും നിങ്ങൾ എഫോർട്ട് എടുത്തേ പറ്റൂ. കാരണം ആദ്യമായിട്ട് വരുന്നവരാണ്. ഞാൻ പറഞ്ഞു പല പല റീസൺസ് നമുക്ക് പറയാൻ കാണും. പക്ഷേ ആ റീസൺ ഒന്നും ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റാണ് ചെയ്യുന്നതേ ഉള്ളൂ, എക്സാം ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ വന്നതേ ഉള്ളൂ, പിന്നെ അല്ലെങ്കിൽ കുട്ടിയുണ്ട് ഹോസ്പിറ്റലിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് എല്ലാവരോടും വിഷമമുണ്ട്. പക്ഷേ എല്ലാവരുടെ സിറ്റുവേഷൻസ് കാണുമ്പോൾ വിഷമമുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ. നമുക്ക് എങ്ങനെയും ഈ എക്സാം നേടിയേ പറ്റൂ. ഈ എക്സാം പാസ്സായേ പറ്റൂ. നമുക്ക് വേറെ ഒന്നും പറ്റത്തില്ല. നമുക്ക് ഒരു എക്സ്ക്യൂസസും പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനോ നമുക്ക് പറ്റത്തില്ല. എന്തായാലും നമ്മൾ ഈ എക്സാം ക്രാക്ക് ചെയ്തേ പറ്റൂ. അപ്പം നമ്മൾ എങ്ങനെയും സമയം കണ്ടെത്തി പഠിച്ചേ പറ്റൂ. ആ ഒരു ഇത് മനസ്സിൽ വേണം. ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് ഞാൻ റിവിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും കേരള ജോഗ്രഫി റിവിഷൻ ചെയ്ത് വന്നിട്ടുണ്ടോ? ഞാൻ വീണ്ടും SCERT റിവിഷനാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു SCERT നിങ്ങളുടെ ചാപ്റ്റർ പഠിച്ചില്ലെങ്കിലും ചില പെൻഡിങ് വന്ന ചാപ്റ്റർ ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് റിവിഷൻ വരുമ്പോൾ വീണ്ടും അത് കവർ ചെയ്ത് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതേപോലെ തന്നെയാണ് പോകുന്നത്. നിങ്ങൾ SCERT പഠിക്കാത്തവർ വീണ്ടും ഈ ചാപ്റ്റർ റിവിഷനാണ്. ഇപ്പോഴും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഞാൻ പറയുന്നത് പോലെ തന്നെ അവസരങ്ങൾ വരുമ്പോൾ നിങ്ങളത് തീർക്കുക കേട്ടോ, പെൻഡിങ് ഇടരുത്. ഓക്കെ. നാളെയാണ് റിവിഷൻ. എല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കേരള ജോഗ്രഫി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പം നാളെ നമുക്ക് വരുന്നത് ഇനി കോൺസ്റ്റിറ്റ്യൂഷനിലോട്ടാണ്. അപ്പോൾ കേരള ജോഗ്രഫി എന്ന് പറയുന്ന മൊഡ്യൂൾ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിലോട്ട് കടക്കുവാണ്. ഓക്കെ. അതിൻ്റെ SCERT കഴിഞ്ഞ കേരള ജോഗ്രഫിയിലെ. അപ്പം ഇനി കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ. ഇത്രയും ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും ഭാഗമല്ല പഠിക്കാനുള്ളത്, ഒരു പാർട്ടൂടെ ഉണ്ട്. കമ്മീഷൻസിൻ്റെ ഒരു പാർട്ടൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നിങ്ങൾക്ക് നാളെ പഠിക്കാനുള്ളത്. ഇതിനകത്തുനിന്ന് ഈ എടുത്തെടുത്ത് പറഞ്ഞ പോർഷൻസ് നമ്മൾ നന്നായിട്ട് പഠിക്കണം. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കുറച്ചേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസിന് കുറച്ചേ ഉള്ളൂ. പക്ഷേ ഈ തന്നിരിക്കുന്ന പോർഷൻ പഠിച്ച് കഴിഞ്ഞ ശേഷം നമ്മുടെ മെയിൻസിൻ്റെ ടെക്സ്റ്റ് എടുത്ത് റാങ്ക് ഫയൽ എടുത്തിട്ട് വായിക്കാൻ പറ്റുന്ന അത്ര വായിക്കണം കേട്ടോ. ഈ ഒരു പോർഷൻസൊക്കെ അതിനകത്ത് ദേശീയ പതാകയും ദേശീയ ഗീതമൊക്കെ ചെറുതായിട്ടേ കാണത്തുള്ളൂ. പക്ഷേ പ്രിലിംസിൻ്റെ ടെക്സ്റ്റിൽ ഒരുപാട് കാണും. അത് എനിക്ക് തോന്നുന്നു അത് ഉള്ളവർ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്, ഡിസ്കഷൻ ഗ്രൂപ്പിൽ. ദയവായി അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇടുന്നത് നമുക്ക് കണ്ട് വായിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ പ്രിലിംസിൻ്റെ ടെക്സ്റ്റ് നോക്കിയിട്ട് ഇത് ഇത്രയും പഠിക്കുക. ഓക്കെ. അല്ലെങ്കിൽ മെയിൻസിൻ്റെ ടെക്സ്റ്റിലാണെങ്കിൽ ഇത് ഇത്രയും പഠിക്കുക. ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ കുറച്ച് റീഡ് ചെയ്യാൻ അതിനകത്ത് കാണും മെയിൻസിൻ്റെ ടെക്സ്റ്റിനകത്ത്. അതും കൂടി ഒന്ന് വായിച്ച് വെച്ചേക്കുക കേട്ടോ. കാരണം നമുക്ക് അതിനകത്തൊന്ന് ചോദിച്ചാലും അറിയത്തില്ല. എന്തായാലും മെയിൻസിന് അതൊക്കെ വേണമെന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ മെയിൻസിൻ്റെ ടെക്സ്റ്റിൽ വരുന്നത്. അതായത് ഇതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുണ്ടാവും. പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒക്കെ വിശദമായിട്ട് ഇതിനകത്തുണ്ട് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സമിതി കമ്മിറ്റികളുണ്ടാവും. കടം കൊണ്ട ആശയങ്ങൾ, ഇതെല്ലാം മെയിൻസിനകത്ത് ഇതെല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ പ്രിലിംസിൻ്റെന്നല്ല ഈ ഒരു പോർഷൻ വായിച്ചു കഴിഞ്ഞെങ്കിൽ, ഫസ്റ്റ് തുടങ്ങുന്നവരാണെങ്കിൽ ആമുഖം ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഫസ്റ്റ് തുടങ്ങുന്നവരാണെങ്കിൽ അതായത് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ദയവേത് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഹെഡിങ് അങ്ങ് പഠിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. ആ ഹെഡിങ് വെച്ചിട്ട് ഏത് റാങ്ക് ഫയലാണോ കയ്യിലിരിക്കുന്നത് അത് വെച്ചിട്ട് അതങ്ങ് തീർക്കാൻ നോക്കുക. ഇല്ല ഒരു പ്രാവശ്യം വായിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് വാസ്റ്റായിട്ടൊന്ന് വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇതുപോലെ തന്നെ നിർദ്ദേശകത്വങ്ങളും മൗലിക അവകാശങ്ങളും മൗലിക കടമകളും, ഇതാണ് ഏറ്റവും മെയിൻ 3 എന്നിട്ട് ഇതുപോലെ ആമുഖവും ഇതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കും. ഭരണഘടനാ നിർമ്മാണ സഭ നമുക്ക് ചിലപ്പോൾ അറിയത്തില്ല, അതിനകത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ അറിയത്തില്ല. അപ്പോൾ അതത്രയും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ഇത്രയും ഭാഗത്തു ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പം
ഫസ്റ്റായിട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഹെഡിങ്, അതായത് മൗലികാവകാശങ്ങളും നിർദ്ദേശകത്വങ്ങളും പിന്നെ കടമകളും ഒക്കെ അതുപോലെ എന്താണ് പതാക ഇതൊക്കെ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പോർഷൻ നോക്കണേ. പതാകയും ഗീതവും ഗാനവും ഒക്കെ ഒന്ന് നോക്കണേ. അപ്പം അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും, എല്ലാ പ്രിലിംസിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചോദിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം നോക്കി ഒന്ന് സെറ്റാക്കി അത്രയും ഭാഗം ഒന്ന് വായിച്ചു വെച്ചേക്കോ. നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് നോക്കണ്ടേന്ന്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ എന്ത് വെച്ച് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അത്രയും ഭാഗം പഠിച്ചെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ഭാഗം കമ്മീഷനാട്ടോ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. നാളെയും കൂടെ കൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തീരുവാണ്. അത്രയേ ഉള്ളൂ, 2 ദിവസം പഠിക്കാനുള്ളതേ ഉള്ളൂ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് അത്രയുള്ള സമയമേ ഉള്ളൂ. അപ്പം അത്രയും കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കണം. പിന്നെ ഇതിനകത്ത് തന്നെ SCRT ഉണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെ SCRT ഉണ്ട്. അപ്പോൾ ആ SCRT കൊണ്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു 4 ചാപ്റ്റർ ഉണ്ട്, ഞാൻ പറയാം ഏതൊക്കെയാണെന്ന്. അപ്പോൾ SCRT ചാപ്റ്റർ വരുന്നത് ചാപ്റ്റർ 6 ക്ലാസ് 6 ചാപ്റ്റർ 10 ജനാധിപത്യ അവകാശങ്ങളും, ക്ലാസ് 7 ചാപ്റ്റർ 10 നമ്മുടെ ഭരണഘടന, ക്ലാസ് 8 ചാപ്റ്റർ 4 നമ്മുടെ ഗവൺമെൻറ്. കേട്ടോ, ഇത്രയാണ് നമ്മുടെ SCRTക്കകത്ത് പഠിക്കാനുള്ളത്. ഇത് ആരെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അത് പഠിക്കണം. പഠിച്ചവരൊന്നുകൂടെ റിവൈസ് ചെയ്യുക. ഓക്കെ, ഇനി കറണ്ട് അഫേഴ്സ് ഞാൻ ഒരു PDF ടെലിഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെത് 20ാമത്തെ പേജ് മുതൽ 30ാമത്തെ പേജ് വരെയാണ് പഠിക്കേണ്ടത്. അത് നന്നായിട്ട് പഠിക്കണേ. ആ PDF വളരെ ഷോർട്ടായിട്ടുള്ള നല്ല PDF ആണ്, അത് പഠിക്കണം കേട്ടോ. മാത്സ് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അത് 2 ദിവസം ഉണ്ടായിരിക്കും. അപ്പം അതിൻ്റെ ഒരു പാർട്ട് നിങ്ങൾ പഠിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് നോട്ട് എഴുതി തന്നെ, ഇക്വേഷൻസ് ഒക്കെ നോട്ട് എഴുതി തന്നെ വെച്ചേക്കണം കേട്ടോ. മൊത്തത്തിൽ നോട്ട് എഴുതണ്ട, ഇക്വേഷൻസ് ഒക്കെ നോട്ട് എഴുതി ഒരു ക്രോഡീകരിച്ച് നമ്മളൊരു സെറ്റാക്കി വെച്ചേക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അതിനകത്ത് നോക്കി ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ നാളത്തെ പോർഷൻ വരുന്നത്. ഇനി ആർക്കെങ്കിലും ഞങ്ങളുടെ ടൈം ടേബിളിൽ വരണമെന്നുണ്ടെങ്കിൽ വരാം. ഡേ 3 ആയതേ ഉള്ളൂ. ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചതേ ഉള്ളൂ, കേരള ജോഗ്രഫി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ദയവ് ഇത് നിങ്ങൾ പഠിക്കണമെന്ന് ഇഷ്ടമുള്ളവർ, ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ പ്ലീസ് വരിക കേട്ടോ. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ജോയിൻ ചെയ്തേക്കണം. ഇത് കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ PSC ഈസി കോഡ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾക്ക് പ്ലീസ് നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി വെച്ചേക്കോ. എങ്കിലേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം അന്നേരം കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ തിരഞ്ഞു പോകേണ്ട കാര്യം വരത്തില്ല. ഓക്കെ, ഞാൻ പ്ലേ ലിസ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്തും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ ഒന്ന് പ്ലീസ് ഒന്ന് ഇട്ടെങ്കിലേ എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക്